ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോബൽ ബ്രൈറ്റ് അക്കാഡമിയുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. അതായത് SAP എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം, എന്തിനാണ് അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ജനറൽ ലെഡ്ജേഴ്സ്. കുറേ ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സുകളുടെ ഒരു ലിസ്റ്റ് അല്ല ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയാം. അപ്പോൾ അതിനെ നമുക്ക് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുക. ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ദെൻ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അങ്ങനെ 3 രീതിയിലാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരിക. അതിൽ ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഡെയിലി ട്രാൻസാക്ഷൻസ്. നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റിംഗ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്യാം. അത് മാൻഡേറ്ററി ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അത് ഓപ്ഷണൽ ആണ്. യൂസ്ഡ് ഫോർ കൺസോളിഡേഷൻ. അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ കമ്പനി, ദെൻ AB അതുപോലെ തന്നെ BC എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനി കോഡ്സ്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ തേർഡ് വൺ കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ നമ്മുടെ കമ്പനി ഡിഫറെൻറ്റ് കൺട്രീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് വരിക. ഇനി നമ്മൾ പ്രാക്ടിക്കൽസ് എങ്ങനെയാണ് SAPയിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ കാണാനായിട്ട് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് SAPയുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്കത് 2 രീതിയിൽ ഈ ടാസ്ക് പെർഫോം ചെയ്യുന്നതിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. അതിൽ ഫസ്റ്റ് വൺ, ഒന്നെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടാസ്കിലേക്ക് എത്താം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാത്ത് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻ കോഡ്സ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് SAP റെഫറൻസ് IMG, ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്, മാസ്റ്റർ ഡേറ്റ, ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ്, പ്രിപ്പറേഷൻസ്, എഡിറ്റ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ലിസ്റ്റ്. അവിടുന്ന് ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ക്രീനായിട്ട് വരിക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജനറൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ലെങ്ത്, ലാംഗ്വേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പേസിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കാം. നമ്മുടെ കമ്പനിയുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു കോഡ് കൊടുക്കുകയാണ്. ദെൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫോർ ABC ലിമിറ്റഡ്. ദെൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് കൊടുത്തു. ദെൻ ലെങ്ത് ഓഫ് ജനറൽ ലെഡ്ജർ അക്കൗണ്ട് നമ്പർ. നമുക്കവിടെ ലെങ്ത് സെറ്റ് ചെയ്യാം. അവിടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് മിനിമം 1 മുതൽ നമുക്ക് മാക്സിമം 10 വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളവിടെ 1 ആണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജനറൽ ലെഡ്ജറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 ആയിരിക്കും. 9 GL നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സിസ്റ്റം അലോ ചെയ്യും. ദെൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ 2 ആണ് നമ്മൾ നമ്പർ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് 99 GLs ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം വരിക. ദെൻ ഇനി അതിൻ്റെ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ സാലറി എന്ന് പറയുന്ന ഒരു ജനറൽ ലെഡ്ജർ, സാലറി അതിൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് 2000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതായത് 1 2 3 4 ഇങ്ങനെയാണ് അതിൻ്റെ ലെങ്ത് വരിക. അപ്പോൾ ഈ സാലറി എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് മിനിമം 1 to 10 വരെ നമുക്ക് ലെങ്ത് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിന് നമുക്ക് ലെങ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 7 ലെങ്ത് ആയിട്ട് കൊടുത്തു. അപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അത് സേവ് ചെയ്യാം. ഡേറ്റ വാസ് സേവ്ഡ്. സ്റ്റാറ്റസ് ബാറിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഇത് ട്രാൻസാക്ഷൻ കോഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ കോഡ് എന്ന് പറയുന്നത് OX13 ആണ്.
സോറി OX13 അല്ല, OB13 ആണ് അതിൻ്റെ ട്രാൻസാക്ഷൻ കോഡ് എന്ന് പറയാം. ഇത് നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സ്ക്രീനാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ടാസ്കിലേക്ക് എത്തിയിട്ടുണ്ട്, പാത്ത് ഫോളോ ചെയ്യുന്നതിന് പകരമായിട്ട്. നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അസൈൻ ചെയ്യുന്ന സ്റ്റെപ്പാണ്. അസൈൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ടു കമ്പനി കോഡ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് നമ്മളിനി ചെയ്യാനായിട്ട് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കത് പാത്ത് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യാം. ക്ലിക്ക് ഓൺ SAP റെഫറൻസ് IMG, ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്, മാസ്റ്റർ ഡേറ്റ, GL അക്കൗണ്ട്സ്, പ്രിപ്പറേഷൻസ്, അസൈൻ കമ്പനി കോഡ് ടു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ദെൻ ഇനി പൊസിഷൻ, നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അസൈൻ ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ അവിടെ പൊസിഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏത് കമ്പനി കോഡുമായിട്ടാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അസൈൻ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുക. നമുക്കവിടെ നമ്മുടെ കമ്പനി കോഡ് കൊടുക്കുക, OX12. ദെൻ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കാം. ദെൻ സേവ് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിലേക്ക് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, കമ്പനി കോഡും നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും തമ്മിൽ അസൈൻ ചെയ്യാം. അപ്പോൾ നമ്മളത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് കണ്ടു, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതെന്ന് കണ്ടു, അതുപോലെ തന്നെ നമ്മളതെങ്ങനെയാണ് അസൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ SAPയുടെ മറ്റൊരു പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോളും. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ കാര്യമാണ്. ഇതിൻ്റെ സർട്ടിഫിക്കേഷനായിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമുക്ക് എവിടുന്ന് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യാം അല്ലെങ്കിൽ എവിടുന്ന് എടുക്കാം എന്നുള്ളത്. SAPയുടെ സർട്ടിഫിക്കേഷൻ ഓതറൈസ്ഡ് പാർട്ട്നേഴ്സിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് SAPയുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ട്ണറാണ് EME, ഇലക്ട്രോമെക് എൻ്റർപ്രൈസസ് എന്ന് പറയും. അപ്പം ഇവരാണ് SAPയെ ഇന്ത്യയിൽ ഇത്ര പോപ്പുലറൈസ് ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അപ്പോൾ അവരുമായിട്ട്, അതായത് EME ഫ്രാഞ്ചൈസി പാർട്ട്ണർഷിപ്പിൽ കോട്ടയത്ത് പാലാ കേന്ദ്രീകരിച്ച് തുടങ്ങിയിരിക്കുന്ന സെൻ്ററാണ് ഗ്ലോബൽ ബ്രൈറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിവിടെ എൻഡ് യൂസർ പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്കതൊരു നോർമൽ കോഴ്സ് ജോയിൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കതിന് അഡ്മിഷൻ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പോർട്ടൽ പർച്ചേസ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അതിൻ്റെ പോർട്ടലിനുള്ള പേയ്മെൻറ്റ് മാത്രം നിങ്ങൾ ചിലവാക്കിയാൽ മതിയാകും. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഒരു മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫുൾ അതിൻ്റെ കണ്ടൻസ് അവൈലബിൾ ആകും. നിങ്ങൾക്ക് തന്നെ അത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ക്ലൗഡ് ആക്സസ്, അത് നിങ്ങൾക്ക് ഒരു 1 ഇയറിലേക്ക് നിങ്ങൾക്ക് അതിന് വാറണ്ടി ഉണ്ട്. 1 ഇയറിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടും. അപ്പം ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കയറി ട്രെയിനിങ് നേടാതെ അവരുടെ SAPയുടെ ക്ലൗഡിലേക്ക് ലോഗിൻ ചെയ്ത് അതിൻ്റെ ആക്സസ് നേടി ഒഫീഷ്യൽ കണ്ടൻറ്റ് ഓതറൈസ്ഡ് ട്രെയിനേഴ്സിൽ നിന്ന് പഠിച്ച് സർട്ടിഫിക്കേഷൻ എടുക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എടുത്തിട്ടാണ് നമുക്ക് പ്രയോജനമുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ സർട്ടിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും ഡൗട്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.